ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ വിശ്വാസ തെളിവുകൾ എന്ന പഠന പരമ്പരയുടെ 21ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തെളിവുകൾ. ശൂന്യതയിൽ പണിതുയർത്തിയതല്ല ക്രിസ്തീയ മാർഗം. വ്യക്തമായ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന, പണിതിരിക്കുന്ന, ബലപ്പെടുത്തിയിരിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസ മാർഗം. ക്രിസ്തീയ മാർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാ വിശ്വാസിയും അന്ധമായി വിശ്വസിക്കുവാനല്ല ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ച് താൻ എന്തുകൊണ്ടാണ് സത്യദൈവത്തെ വിശ്വസിക്കുന്നത്, ആ ദൈവത്തെ എന്തുകൊണ്ടാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത്, ബൈബിൾ എന്തുകൊണ്ടാണ് ദൈവവചനമായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ആ വിശ്വാസിക്ക് അവനിൽ തന്നെ, ആ വ്യക്തിയിൽ തന്നെ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ഒരുപക്ഷെ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ദൈവം മക്കളെ സംബന്ധിച്ചവർ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ പ്രാർത്ഥനയ്ക്കും നിലവിളികൾക്കും ചെവി തുറന്നിരിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന വ്യക്തമായ നിശ്ചയം, വചനത്തിൻ്റെ ഭാഷയിൽ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ വീണ്ടും ജനിച്ച ദൈവമക്കളായി, കർത്താവ് യേശുവിൽ വിശ്വാസം അർപ്പിച്ചവരായി, ദൈവത്തോടുള്ള ബന്ധം അനുഭവിക്കുന്നവരായിട്ട് ദൈവത്തിൽ കയറി ചെല്ലുമ്പോൾ ഈ ഭൂമിയിലെ യാത്രയ്ക്കും ജീവിതത്തിനും അർത്ഥവും ഉദ്ദേശവും ഉണ്ടാകും. ഇപ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിരാകരിക്കുന്ന, തള്ളിക്കളയുന്ന, ചോദ്യം ചെയ്യുന്ന, അപമാനിക്കുന്ന അനവധി സംവിധാനങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ ഭൂമിയെ സൃഷ്ടിച്ച് അണിയിച്ചൊരുക്കിയ ദൈവത്തിനെതിരെ അന്ധകാര ശക്തി ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ദൈവമല്ല പിശാചിനെ, ശത്രുവിനെ സൃഷ്ടിച്ചത്. അവൻ ആ ദൈവത്തിൽ രൂപപ്പെട്ടതാണ്. ഒരു മാലാഖയായിരുന്ന പിശാച് അല്ലെങ്കിൽ കെരൂബ്, അവൻ ഈ തരത്തിൽ ദൈവത്തിന് വിരോധമായി, അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ ദൈവത്തിന് വിരോധമായി തുടങ്ങിയ പ്രവർത്തനമാണ്. എങ്ങനെയെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവമെന്ന സത്യത്തെ തുടച്ചു മാറ്റണം. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കരുത്, അറിയരുത്, വിശ്വസിക്കരുത്, ബഹുമാനിക്കരുത്. ഇതാണ് ശത്രു ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റും ആരെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവിശ്വാസത്തെ തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അതിൻ്റെ പിന്നിലുള്ള ആത്മാവാരാണ് എന്ന്. ഇപ്പോൾ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മരണത്തെക്കുറിച്ച് അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്രിസ്തുവോടെ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. ആ ഒരു സുബോധം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ സാത്താൻ പലതരത്തിൽ ആക്രമിക്കും. പലതരത്തിലുള്ള ചിന്തകൾക്ക്, ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന പല ഉയർച്ചകളെ പിടിച്ചു കെട്ടണമെന്ന് പൗലോസ് പറയും. അപ്പം അതുകൊണ്ടാണ് ഈ പഠനത്തിൻ്റെ പ്രാധാന്യം. ദൈവത്തിന് എതിരാളി ഇല്ലെന്നല്ല, ദൈവത്തിന് വ്യക്തമായി ദൈവത്തിൻ്റെ ആ ദൈവവിശ്വാസത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ശക്തനായ എതിരാളി ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്, ദൈവം അഴിച്ചുവിട്ടിരിക്കുകയാണ്. എന്തിന്? തൻ്റെ മക്കൾക്ക് ബലമുണ്ടാകാൻ. യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത ഇസ്രായേൽ ജനങ്ങളെ യുദ്ധം അഭ്യസിപ്പിക്കുവാനായി ദൈവം ചില രാജ്യങ്ങളെ അവിടെ മുമ്പിൽ വെച്ചിരുന്നു. ദൈവത്തിനിവിടെ തുടച്ചു മാറ്റാമായിരുന്നു. പക്ഷേ തൻ്റെ ജനങ്ങൾ യുദ്ധം അഭ്യസിക്കണം. ഇവിടെ വാളിന് മൂർച്ചയുണ്ടാകണം. വാള് തുരുമ്പെടുത്ത് ഉറയിലിട്ടുകൊണ്ടിരുന്നാൽ പോരാ. ദൈവവചനമാകുന്ന വാള് കയ്യിലേന്തിക്കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിനുവേണ്ടി അവസാനത്തോളം പോരാടേണ്ടത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ഇപ്പം ദൈവനിഷേധം നമ്മുടെ ചുറ്റുമുണ്ട്. കണ്ണു തുറന്നിരുന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും, കുട്ടികളുടെ പാഠപുസ്തകത്തിലാകട്ടെ, TV സ്ക്രീനിലാകട്ടെ, പത്രത്തിലാകട്ടെ, മാസികകളിലാകട്ടെ, നമ്മുടെ ചുറ്റും സഞ്ചരിക്കുന്ന പലരുടെ വാക്കുകളിലാകട്ടെ, ദൈവമക്കൾ എന്നറിയപ്പെടുന്ന, ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന സമ്മേളനങ്ങളിൽ, കൂട്ടായ്മകളിൽ വരെ ചിലപ്പോൾ ദൈവനിഷേധമാണ് ഉയർത്തപ്പെടുന്നത്. ദൈവത്തെ മാറ്റിക്കൊണ്ട് മനഃശാസ്ത്രവും മറ്റും പലതും പ്രസംഗിക്കപ്പെടുമ്പോൾ, ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കാതെ ദൈവന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ ദൈവനിഷേധത്തിൻ്റെ മറ്റൊരു മുഖം കൂടിയാണ്. സത്യസന്ധമായി ദൈവത്തെ വിശ്വസിക്കാൻ മനുഷ്യനെ അനുവദിക്കാതിരിക്കുന്നു. ദൈവവിശ്വാസത്തിൻ്റെ യഥാർത്ഥമായ അടിസ്ഥാനമായ വചനത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുന്നു. മാനുഷികമായ, വൈകാരികമായുള്ള, മനഃശാസ്ത്രപരമായ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയോ പാപത്തെക്കുറിച്ചുള്ള ബോധമോ ഒന്നും മനുഷ്യന് നൽകാതെ വെറും വൈകാരിക തലങ്ങളിൽ, ഉപരിതലത്തിൽ മാത്രമുള്ള ഒരു തലോടലിലൂടെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നൊരു വലിയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നാം വളരെ തിരിച്ചറിവുള്ളവരായിരിക്കണം. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ആഴമായി വേരുപിടിച്ച് ഉറച്ചു നിൽക്കണം. അതിന് ആക്രമണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പത്രോസ് നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും ഉത്തരം പറയുവാൻ എപ്പോഴും ഒരുങ്ങി നിൽക്കണം. അന്നേരം ചോദ്യം ചോദിക്കുമ്പോഴല്ല ഓടിച്ചെന്ന് പഴയ നോട്ട് തപ്പേണ്ടത്.
ഒരുങ്ങി നിൽക്കണം. നമുക്ക് ഉറപ്പും വിശ്വാസവും വേണം. ദൈവം പ്രാർത്ഥിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നല്ല നിശ്ചയത്തോടെ ദൈവമുണ്ട് എന്ന ബോധ്യത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയാകണം. ഇപ്പം നമ്മുടെ പഠനത്തിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദൈവനിഷേധികളായിട്ടുള്ള മനുഷ്യര്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർ, അവരെ ചൂണ്ടിക്കാട്ടുന്നതും ദൈവമക്കൾ പലപ്പോഴും ഉത്തരം പറയാൻ കഴിയാതെ പോകുന്ന ഒരു വിഷയമാണ് ഭൂതലത്തിൽ കാണുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും എല്ലാം. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നിട്ട് അവർ ചോദിക്കും, നിങ്ങൾ പറയുന്ന ദൈവം വാസ്തവത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെന്തുകൊണ്ട് തുടച്ചു മാറ്റിയില്ല? ദൈവത്തിന് സ്നേഹമുണ്ടായിരുന്നു, ശക്തി ഉണ്ടാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു, കരുണാസമ്പന്നനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാമനസ്കരാണ്, ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദൈവം, നിങ്ങൾ പറയുന്ന ദൈവം വാസ്തവത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമുഖത്ത് നീ ദുഷ്ടത നീക്കിക്കളയണ്ടേ? ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ദൈവനിഷേധത്തിന് അവർ വലിയ ശക്തമായി വാദിക്കാറുണ്ട്. ഇവിടെ ദൈവമക്കൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം ബോധമുണ്ടാകണം. ഈ വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിഹാരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ഇതിനൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. പഴയ ക്ലാസ്സുകൾ ഇതുവരെ കേൾക്കാത്തവർക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ കേൾക്കണം, അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ വഴിയിൽ അത് സൂക്ഷിച്ച് വെച്ചില്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെയുള്ള തിന്മകളും ദുഷ്ടതകളും യുദ്ധങ്ങളും കെടുതികളും വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും രോദനങ്ങളും കണ്ണുനീരുകളും കൊണ്ടുവന്ന ഭൂമിയുടെ അവസ്ഥ? ഇതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ആദ്യം തന്നെ കണ്ടു വ്യക്തമായി പ്രകൃതി നിയമങ്ങളുടെ ആവശ്യകത. ദൈവം സൃഷ്ടിച്ച ഭൂമിയെ പരിപാലിക്കാൻ ദൈവം നിയമങ്ങൾ വെച്ചു. ആ നിയമത്തെ തകർത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ന്യായമായിട്ടുമുണ്ടാകും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് നമ്മൾ കണ്ടു. ഭൂമിയുള്ള കാലത്തോളം ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്. രണ്ടാമത്, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. ദൈവം മനുഷ്യനെ വെറുതെ വിട്ടിട്ടില്ല. ഇഷ്ടം പോലെ പോകാൻ, സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ അനുവദിച്ചിട്ടില്ല. നമുക്ക് പോകാൻ തോന്നും, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, പക്ഷെ അതിൻ്റെ അവസാനം മരണ വഴിയാണെന്ന് സദൃശവാക്യത്തിൽ സലോമൻ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല, താൻ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, ആരും തനിക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 14-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ ദുഷ്ടതയുടെ സാന്നിധ്യം, ലോകത്തിൽ ദുഷ്ടതയുടെ സാന്നിധ്യമുണ്ട്. അതെന്താ തെളിയിക്കുന്നത്? മനുഷ്യനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട്. തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഞാൻ സ്വതന്ത്രനാണെന്ന് പറഞ്ഞാൽ ഞാൻ കയ്യും കാലും കെട്ടപ്പെട്ടവനെന്നല്ല. തെറ്റിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല എന്നല്ല. തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചാൽ എനിക്ക് പോകാൻ കഴിയും. ദൈവം എന്നെ വായിക്കുന്നില്ല, ബൈബിൾ പഠിക്കില്ല, പ്രാർത്ഥിക്കില്ല, ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ മനുഷ്യന് കഴിയും. അത് അവൻ്റെ ഭവിഷ്യത്തുണ്ടാകും നാളെ, അത് മറ്റൊരു കാര്യം. പക്ഷെ അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആ വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യർ വളരെ ലളിതമായിട്ട് വളരെ വേഗത്തിൽ ദൈവത്തെ കോട്ടിക്കളയുന്നത്, വചനവിരുദ്ധമായുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യന് കൊടുത്തിരിക്കുന്ന കഴിവാണ് ഈ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നന്മ ചെയ്യാൻ മാത്രമല്ല, തിന്മ ചെയ്യാനും അവന് കഴിയും, അവൻ തീരുമാനിച്ചാൽ. അപ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ടോ, ഇതൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി തിന്മ ചെയ്യാൻ, ദുഷ്ടത ചെയ്യുവാൻ, മോശമായത് ചെയ്യുവാൻ, പാപം ചെയ്യാൻ കഴിയാത്തവനായിട്ട് ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ലേ? അതിന് വേറൊരു ചോദ്യം ഉന്നയിച്ചാൽ, ഏതൻ തോട്ടത്തിൽ ആ വൃക്ഷം വെക്കാതിരിക്കാമായിരുന്നില്ലേ? ദൈവത്തിന് വെക്കാതിരിക്കാം, പക്ഷെ അത് മനുഷ്യനെ അടിമയാക്കും, ഒരു യന്ത്രമാക്കും, മനുഷ്യനാക്കും, റോബോട്ടാക്കും. അവൻ എങ്ങനെ തീരുമാനമെടുക്കും? ദൈവം അവനെ വൃക്ഷം ചൂണ്ടിക്കാണിച്ചിട്ട് ആ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത് എന്ന് പറയുമ്പോൾ അവൻ തീരുമാനമെടുക്കണം, ഞാനത് തിന്നില്ല, എനിക്കത് വേണ്ട. എന്തെല്ലാം ആകർഷണീയമായിട്ട് തോന്നിയാലും ദൈവം വിളിക്കത് എനിക്ക് വേണ്ട. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് എത്ര കോടിക്കണക്കിന് ആൾക്കാർ കൂടി വരുന്ന കൂട്ടമാണെങ്കിലും വചന വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകില്ല. അതെൻ്റെ അപ്പനല്ല, അമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, വേണ്ടപ്പെട്ടല്ല, ചാർച്ചക്കാരല്ല, ആരായാലും എന്ത് തന്നാലും വചനവിരുദ്ധമായിട്ട് ഞാൻ ഒരിടത്ത് പോകില്ല, ഒരു കാര്യം ചെയ്യില്ല. അത് ആ വ്യക്തിയുടെ തീരുമാനമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ തീരുമാനമാണ്. അല്ല അവർ വിളിച്ചു, അവർ പറഞ്ഞു, അവർ തരാമെന്ന് പറഞ്ഞു, അവരങ്ങോട്ട് ആകർഷിച്ചു. ഏത് തോട്ടത്തിൽ ഹവയ്ക്ക് പറ്റിയ അബദ്ധം അവിടെയാണ്. ദൈവം വിലക്കിയത് ആകർഷണീയമായിട്ട് തോന്നി. ദൈവത്തിൻ്റെ കൽപ്പന വ്യക്തമാണ്, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ മരിക്കും, ഭവിഷ്യത്ത് ചൂണ്ടിക്കാണിച്ചു.
ദൈവം മനുഷ്യരോട് പറയണം, നീ സ്വയം തീരുമാനിക്കുക, എൻ്റെ വചനത്തിന്, എൻ്റെ കൽപ്പനയ്ക്ക് നീ വിധേയപ്പെടാൻ തയ്യാറാണോ? എൻ്റെ വചനത്തിന് നീ വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് നീ മനഃപൂർവ്വം സമർപ്പിക്കപ്പെടാൻ, ആരുടെ നിർബന്ധമില്ലാതെ, പ്രേരണയില്ലാതെ ദൈവകൽപ്പനയ്ക്ക് സമർപ്പിക്കപ്പെടാൻ താല്പര്യമുണ്ടോ? മനസ്സുണ്ടോ? ആഗ്രഹമുണ്ടോ? തീരുമാനമുണ്ടോ? ആദ്യം ദമ്പതികളിൽ തന്നെ തുടങ്ങി ആ പരീക്ഷണം, ആ പരീക്ഷ. പക്ഷെ അവർ വീണുപോയി. അതിന് കാരണം ദൈവമല്ല. ഒരു വിധത്തിൽ പിശാചിനെയും കുറ്റം പറയാൻ പറ്റില്ല. അവൻ അവസരമൊരുക്കി കൊടുത്തു, ആകർഷണീയമായിട്ട് അലങ്കരിച്ച് മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്തു, മനോഹരമായ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ, ബലഹീനമായിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റയ്ക്കാണെന്ന് പിൻസിലാക്കിയ അവയോട് ശക്തമായിട്ട് ചില വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു. അതിൽ വീണുപോയി, വഞ്ചിക്കപ്പെട്ടു എന്ന് പിന്നീട് ഹവ പറയും. പിശാചിനെ വഞ്ചിച്ചതാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ തിന്മ ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യൻ സ്വതന്ത്രനല്ല. എന്താണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം? അനേകർക്ക് സ്വാതന്ത്ര്യം എന്തെന്നറിയില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നല്ലത്, ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് അതനുസരിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എനിക്ക് തിന്മയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എനിക്ക് തിന്മയായിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വല്ലാത്ത മോഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതല്ല സ്വാതന്ത്ര്യം. ഈ മോഹം ഹൃദയത്തിലെ രാഗമോഹങ്ങൾക്കനുസരിച്ച് ദൈവത്തെ കൈവിട്ടെന്ന് റോമാലേഖനത്തിൽ പറയും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സത്യസന്ധമായി ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ല എങ്കിൽ, ഹൃദയത്തിനകത്ത് കിടക്കുന്ന മോഹങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ, ഒരു പരിധി കഴിയുമ്പോൾ ദൈവം അവരുടെ മോഹങ്ങൾക്കായിട്ട് അവരെ തുറന്നുവിടും. കാരണം അവരിവിടെ നിന്നിട്ട് കാര്യമില്ല. അവിടെ നിന്നുകൊണ്ട് അസ്വസ്ഥരാകുമെന്നല്ലാതെ ദൈവവചനം പഠിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ കഴിയില്ല. ഇന്ന് ഭൂമത്തെ കർത്താവിന്റെ സഭയിലെ ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന അനേകർക്ക് ഇങ്ങനെയുള്ള വചന പഠനങ്ങൾക്ക് പോലും ഒരു താല്പര്യമില്ലാത്തവരുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നത്? ദൈവവചനത്തെ ശരിയായ തരത്തിൽ പഠിച്ച് മനസ്സിലാക്കി വാളിന് മൂർച്ചയുള്ളവരായി നിൽക്കണം. കർത്താവിന്റെ സഭയുടെ ഉപദേശ സംഹിതകൾ വ്യക്തമായി പഠിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ കുറവാണ്. അത് ലഭ്യമായിരിക്കുമ്പോൾ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ അത് പഠിച്ച് മനസ്സിലാക്കണ്ടേ? ഇതൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയാണ് കർത്താവിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്ന, സേവനം ചെയ്യുന്നത്? അവർ ശുശ്രൂഷകന്മാർ എന്ന് സ്വയം പറയുമ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പ്രാപ്തനാണോ? ദൈവനെ കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനം എനിക്കുണ്ടോ? ഇപ്പം ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, സാത്താൻ്റെ ഇങ്ങനെയുള്ള ആക്രമണങ്ങളുടെ ചുറ്റും നിരന്നു നിൽക്കുമ്പോൾ നാം പരിജ്ഞാനമുള്ളവരായിരിക്കണം, ബലമുള്ളവരായിരിക്കണം. അപ്പം നമ്മെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി മലക്കറി അഴിയാൻ, മാങ്ങ ചെത്താൻ ഉപയോഗിക്കാം. അതേ കത്തി ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കാൻ ഉപയോഗിക്കാം. പ്രശ്നം കത്തിയുടേതല്ല, പ്രശ്നം എൻ്റെ പിന്നിലുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ ദുഷ്ടതയാണ്. ഇപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കാൻ പരിമിതികളുള്ള മനുഷ്യനൊരിക്കലും കഴിയില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ വലുതാണ്. ഈ ദുഷ്ടതകളും കഷ്ടതകളും തിന്മകളും വേദനകളും കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും പ്രളയങ്ങളും ഇതെല്ലാം പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ദൈവം ഭൂമുഖത്ത് അനുവദിച്ചിരിക്കുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് ദൈവ പദ്ധതിയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവമില്ലെന്ന് പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി ഉണ്ടെങ്കിലോ? ആ പദ്ധതി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു പരിധിക്കപ്പുറം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള കഴിവോടുകൂടി. ദൈവത്തിന് ഭൂമിയിൽ നിന്ന് സകല ദുഷ്ടതകളും തിന്മകളും എടുത്തു മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ മനുഷ്യൻ എങ്ങനെ വിശ്വസ്തനാകും? പ്രാർത്ഥിക്കാൻ പഠിക്കും, ദൈവസ്നേഹത്തിൽ വളരും, ക്ഷമ പഠിക്കും. കഷ്ടതകളിലൂടെയാണ് പഠിച്ചു വരുന്നത്. വിശ്വാസത്തിന്റെ ബലം പ്രാപിക്കുന്ന അവിടെയാണ്. സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്. പ്രതികൂലങ്ങളും പ്രലോഭനങ്ങളും വരുമ്പോഴാണ് ദൈവത്തിന്റെ കയ്യിൽ മുറുകെ പിടിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാണ്. ഇന്ന് ഭൂമത്തിൽ നടന്ന പലവിധത്തിലുള്ള ദുഷ്ടതകളെ പിന്നിലുള്ള കാരണം മനുഷ്യന്റെ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും കുറ്റപ്പെടുത്തി യാക്കോബ് പറഞ്ഞതുപോലെ, പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തരുത്.
ദൈവം മനുഷ്യനെ ആക്കി വെച്ചത് എവിടെയാണ് നമ്മൾ ചിന്തിച്ചാൽ തന്നെ കാണാൻ പറ്റും. ഏദൻ തോട്ടത്ത് എത്ര മനോഹരമായ സ്വർഗീയമായ സ്വർഗ സാന്നിധ്യമുള്ള ഒരു ഏദൻ തോട്ടം, പരിശുദ്ധമായ ജീവിത സാഹചര്യം. അവിടെയാണ് ദൈവം മനുഷ്യനെ ആക്കി വെച്ചത്. പക്ഷെ അവിടെ ആ ഒരു ഭവനം ആദ്യ ദമ്പതികൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവിടെ താമസിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടായില്ല. ദൈവത്തോട് മത്സരിച്ചിട്ട് പിന്നെ എങ്ങനെ അവിടെ താമസിക്കും? ദൈവവനത്തോട് മറുതലിച്ചിട്ട് ഒരാൾ എങ്ങനെ ദൈവത്തിന്റെ സഭയിൽ നിൽക്കാൻ പറ്റും? ദൈവത്തിന്റെ കൂട്ടായ്മയിൽ ഭവനത്തിൽ നിൽക്കാൻ പറ്റും? ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ആദാമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിൽ വിശ്വസ്തയോടെ സ്നേഹത്തോടെ ദൈവ സാന്നിധ്യം അനുഭവിച്ച് എന്തൊരു അനുഗ്രഹീതം, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു അനുഭവമാണത്. ഇന്ന് പാപികളായി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ചിന്തകൾ കൊണ്ട് ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും അനുഭവിച്ചത് ഊഷ്മളമായ സ്നേഹസമ്മിശ്രമായ ആ സ്വർഗീയ തുല്യമായിട്ടുള്ള അനുഭവത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ സ്ഥലത്ത് ജീവിച്ചിട്ടും മനുഷ്യരെടുത്ത തീരുമാനം എന്തായിരുന്നു? ദൈവത്തെ നിരാകരിക്കുക, തള്ളിക്കളയുക, ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവത്തെ ഇറക്കി വിട്ടിട്ട് മറ്റൊരാളെ അതിനകത്ത് കയറ്റിയിരുത്തുക. മനുഷ്യൻ എന്താണെന്ന് ദൈവം കാണിച്ചു തന്നു. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്താണ്? അവസരം കിട്ടിയാൽ, സ്വാധീനമുണ്ടായാൽ, ദൈവവചനത്തെ കേൾക്കാതിരുന്നാൽ, ദൈവത്തെ അവഗണിച്ചാൽ എന്തായി തീരും മനുഷ്യൻ ദൈവം കാണിച്ചു തന്നു. അങ്ങനെ ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യൻ ശപിക്കപ്പെട്ടു, ബന്ധം ശപിക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ 16-19 വാക്യങ്ങളിൽ നമുക്കത് കാണാം. നമ്മൾ വായിച്ചതാണ്. പക്ഷെ ദൈവം ഭൂമിയെ ശപിക്കുന്നതിന് മുമ്പ് ഭൂമി എപ്രകാരമായിരുന്നു നമുക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവം ഭൂമിയെ ശപിക്കുന്നതിന് മുമ്പ് എപ്രകാരമായിരുന്നു ഭൂമി, എത്ര മനോഹരമായിരുന്നു, എന്തായിരുന്നു ഏദൻ തോട്ടം എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കില്ല. ഭാവനകളിൽ പോലുമില്ല. ഏത് വിധത്തിലാണ് ദൈവഭൂമിയെ ശപിച്ചത് നമുക്കത് അറിയില്ല. എങ്കിലും റോമലേഖനം 8-ാമത്തെ 19 മുതൽ 21 വാക്യങ്ങളിൽ പൗലോസിന്റെ വാക്കുകളിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ചിത്രം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. റോമർ 8-19 മുതൽ 21 നമ്മൾ വായിക്കുമ്പോൾ, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ ഭൂമി മുഴുവൻ ഒരു മഹാസംഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണ് ഭൂമി ഇപ്പോൾ. ഏത് സംഭവം? ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യം, ദ്രവിക്കുക എന്ന അടിമത്തം, ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഒരു വലിയ പ്രതീക്ഷയോടെ ഭൂമി ഇങ്ങനെ ബന്ധിതാവസ്ഥയിലാണ്. സകല സൃഷ്ടികളും, നമ്മൾ മുമ്പിൽ കാണുന്ന പൂക്കളും മരങ്ങളും പുഴകളും മത്സ്യങ്ങളും എല്ലാം, പ്രകൃതി മുഴുവൻ ഒരു തരം അടിമത്വത്തിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. മനുഷ്യനാണ് ഇതിന്റെ കാരണക്കാരൻ. മനുഷ്യനാണ് ഈ അവസ്ഥയിൽ ഭൂമി ഈ വിധത്തിലാക്കി തീർച്ചത്. ഇവിടെ നിന്ന് മനുഷ്യൻ, ദൈവമക്കൾ, അവരെ കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം, തേജസ്സിന്റെ സ്വാതന്ത്ര്യം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇവിടം വിട്ടുപോകും ദൈവമക്കൾ. അതുവരെ ഭൂമി ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ദൈവം ഒരു ഈ വിധത്തിലായി, ദൈവമാണ് ഈ ഒരു അവസ്ഥയിൽ വെച്ചിരിക്കുന്നതെന്ന് അവിടെ കണ്ടു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തവന്റെ കൽപ്പന നിമിത്തം അത്രയും സർവ്വസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോവാണ്. ഭൂമി ഇന്ന് ദൈവമക്കളെ പ്രസവിക്കാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ. അപ്പോൾ വ്യക്തമായി നമുക്കവിടെ കാണാൻ സാധിക്കും, ദ്രവത്വത്തിലാണ്, അടിമത്തത്തിലാണ്, കീഴ്പ്പെട്ടിരിക്കുകയാണ്, മായാലോകത്തിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ പാപം ചെയ്ത് ഭൂമി ശപിക്കപ്പെടുന്നതിന് മുമ്പ് ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റെന്താണ്, പ്രളയം എന്താണ്, അഗ്നിപർവ്വതം എന്താണ്, ഇങ്ങനെയുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിനെ കുറിച്ചും ഭൂമിക്ക് അറിയില്ല. ഭൂമിക്ക് പരിചയമില്ല. ഭൂമിയിലേക്ക് അത് വന്നിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അത്ര മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഈ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി വിപത്തുകളും മഹാവിപത്തുകളൊക്കെ ഒന്നും ഭൂമി ഇടമില്ല. അവിടെ ഭൂമി അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഭൂമി ശപിക്കപ്പെട്ടതിന് ശേഷം അത് ഒരു മനുഷ്യന്റെ തെറ്റായ തീരുമാനത്തിന്റെ ഭവിഷ്യത്തായി അനുഗ്രഹീതമായ ഭൂമിയിലേക്ക് പാപത്തെ കൈപിടിച്ച് കയറ്റുകയും പാപത്തെ തുടർന്ന് മരണം കയറി വരികയും ചെയ്യുന്നതിന്റെ ഫലമായി ഭൂമിയിലെ സംവിധാനം, വ്യവസ്ഥകൾ തന്നെ മൊത്തത്തിൽ തകിടം മറിഞ്ഞു. ദൈവം ആ വിധത്തിലാക്കി ഭൂമിയെ. എന്നിട്ട് അവിടെ മനുഷ്യനെ ആക്കി വെച്ചു. അപ്പൊ ആരാ കാരണക്കാരൻ? റോമലേഖനം 5:12 പൗലോസ് റോമലേഖനം 5:12 വാക്യം പറഞ്ഞത് കേൾക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എല്ലാ വിധത്തിലുള്ള മരണം ഭയപ്പെടുത്തുന്ന ഒരു വിഷയം. ഘോര രാജാവെന്ന് പറയുന്നത് പോലെ
ഭൂമിയിലേക്ക് അത് കടക്കുകയാണ്. മനുഷ്യനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. പാപത്തിൻ്റെ കാരണം മനുഷ്യനാണ്, ദൈവമല്ല. ഈ ചുറ്റുകാണുന്ന തിന്മകളും വേദനകളും കണ്ണുനീരുകളും അഴിമതികളും യുദ്ധങ്ങളും കെടുതികൾക്കും എല്ലാം കാരണം മനുഷ്യനാണ്, ദൈവമല്ല. ഇപ്പോൾ ഇതിനകം തന്നെ പറഞ്ഞു, എങ്കിലും ദൈവം ഇതിനെ അതിജീവിക്കാനുള്ള കഴിവ് തൻ്റെ ജനത്തിന് കൊടുക്കുന്നു. മനുഷ്യൻ മനുഷ്യരുമായി ചേർന്ന് വസിക്കുമ്പോൾ, സൃഷ്ടിയുമായി ചേർന്ന് വസിക്കുമ്പോൾ, ആ സൃഷ്ടിയുടെയും മനുഷ്യവാസത്തിനും പരസ്പര ബന്ധത്തിനും സഹായകരമായി ദൈവം നിയമങ്ങൾ കൊടുത്തു. ഈ നിയമം ബന്ധിക്കപ്പെടുമ്പോൾ, നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപം. ആരോട്? ദൈവത്തോട്. ആദ്യ മക്കൾ തന്നെ കയീൻ, ഹാബേൽ, അവർ പരസ്പര സ്നേഹത്തോടുകൂടി ഒരു കുടുംബത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ഭയപ്പെട്ട് ആരാധിച്ച് ബഹുമാനിച്ച് ജീവിക്കാമായിരുന്നു. കയീൻ സ്വന്തം സഹോദരനെ കൊന്നു. ഒരുമിച്ച് ചേർന്ന് വസിക്കാൻ പറ്റാതെ പോയി. ചേർന്ന് വസിക്കാൻ, സഹവസിക്കുവാനുള്ള നിയമങ്ങൾ കൊടുത്ത ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ട് കയീൻ തൻ്റെ സ്വന്തം സഹോദരനെ കൊന്നു. ആ നിയമലംഘനം, ഒരു വ്യക്തി നിയമം ലഭിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് വേദന കൂടെയുള്ള മറ്റുള്ളവർക്കുണ്ടാകും. അത് കുടുംബത്തിൽ നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർക്കറിയാം. അതിൽ ഒരു പങ്കാളി ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കുമ്പോൾ തനിക്ക് മാത്രമല്ല, തൻ്റെ കൂടെയുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അതിൻ്റെ വേദന, ഭവിഷ്യത്ത്, പാപത്തിൻ്റെ ഭാരമല്ല, ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ ജ്ഞാനിയായ സഭാപ്രസംഗിയിലൂടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, ദൈവം മനുഷ്യനെ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്, പക്ഷെ അവനോ അനേകം സൂത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നു. എത്ര ശക്തമായ വാക്യമാണ് സഭാപ്രസംഗി 7:29. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരും. വഴിതെറ്റിയത് മനുഷ്യനാണ്. ഈ സകല ദുഷ്ടതയുടെയും തെറ്റുകളുടെയും കാരണക്കാരൻ മനുഷ്യനാണ്. പക്ഷെ തെറ്റായ തീരുമാനങ്ങളാണ് സകല ദുരന്തങ്ങൾക്കും വേദനകൾക്കും കണ്ണുനീരുകൾക്ക് കാരണം. എവിടെയൊക്കെ കണ്ണുനീരുണ്ടോ അതിൻ്റെ പിന്നിൽ ആരുടെയെങ്കിലും വഴിതെറ്റിയ ജീവിതമുണ്ടാകും, നിയമലംഘനമുണ്ടാകും, അതിക്രമിച്ചതിൻ്റെ അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് കണ്ണുനീരുണ്ടായത്, അതുകൊണ്ടാണ് ഈ ദുഃഖമുണ്ടായത്. ഇന്നത്തെ ലോകത്തിൽ അതാണ് അവസ്ഥ. മൂന്നാമത്തെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. ഈ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദുഷ്ടത, സങ്കടം, വേദന, യാതന, ദുഃഖം, കെടുതികൾ ഭൂമിയിൽ നടക്കുന്നു. എങ്ങനെയാണ് നല്ലവനായ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ആ ദൈവം ശക്തനാണെങ്കിൽ, സ്നേഹമാണെങ്കിൽ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായി കണ്ടു, പ്രകൃതി നിയമങ്ങളുടെ ആവശ്യകത ഒന്നാമത് അതവിടെ ലംഘിക്കപ്പെട്ടു. ദൈവം മനോഹരമായി പ്രകൃതിയെ സംരക്ഷിക്കാൻ നിയമങ്ങളിലൂടെ സൃഷ്ടിച്ച ഭൂമി, ആ നിയമങ്ങൾക്ക് നിങ്ങൾ തള്ളിക്കളയുമ്പോൾ, നിയമങ്ങളെ ലംഘിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ന്യായമായിട്ടുണ്ടാകും. എവിടെ നിയമം ലംഘിച്ചാലുള്ള ഭവിഷ്യത്തുണ്ടാകും? രണ്ടാമത് മനുഷ്യരുടെ സ്വതന്ത്ര തീരുമാനത്തിനുള്ള കഴിവ്, സ്വതന്ത്രമായ തീരുമാനങ്ങൾ കഴിവോടുകൂടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ച. പാവയല്ല, യന്ത്രമല്ല മനുഷ്യൻ. അവൻ തീരുമാനമെടുത്തു, ദൈവം വേണ്ട, എനിക്ക് ദൈവത്തെ വചനം കേൾക്കണ്ട, വചനം പഠിക്കണ്ട, ദൈവത്തെ ആരാധിക്കണ്ട, ദൈവമക്കളുടെ കൂട്ടായ്മ എനിക്ക് വേണ്ട എന്ന് അവൻ തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുണ്ടാകും. അതിൻ്റെ തളർച്ച അവനുണ്ടാകും. അത് പിന്നീട് രോഗങ്ങൾ കാരണമാകും. ആത്മീയമായി അപ്പോൾ ദൈവത്തെ നകന്നു പോകും. അവസാനം തീപ്പൊയ്യിൽ ചെന്ന് അവസാനിക്കും. അവന് അവസരമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദുരുപദേശത്തിൻ്റെ ശബ്ദത്തിൽ കൂടുതൽ താല്പര്യം തോന്നി. സത്യം കേട്ടിട്ട് യാതൊരു താല്പര്യം തോന്നിയില്ല. പക്ഷെ ദുരുപദേശം കേട്ടപ്പോൾ, ആദ്യം കേട്ടപ്പോൾ തന്നെ അത് കാണാൻ പഠിച്ചു. അത് പോയി എല്ലായിടത്തും പറഞ്ഞു നടക്കും. അതാണ് ദുരുപദേശത്തിൻ്റെ ശക്തി. സത്യം ഇതേ സമയത്ത് ഇതേ കഴിവ് ഉപയോഗിച്ചെങ്കിൽ, സത്യം പഠിച്ചിരുന്നെങ്കിൽ ദൈവം ഉപയോഗിച്ചേനെ. ദുരുപദേശം കേട്ടുടനെ അങ്ങ് ഗ്രഹിച്ചു. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ചായ്വാണ്. നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ നമ്മൾ വിചാരിക്കുന്നത് കപടമാണ്. നിരന്തരമായി കിട്ടുന്ന ചില മോഹങ്ങളും താല്പര്യങ്ങളും നിമിത്തം അതിൻ്റെ ചായ്വുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അവിടേക്ക് ദുരുപദേശം പെട്ടെന്ന് വന്ന് വീഴും. സത്യം അവിടെ പഠിക്കാൻ പറ്റില്ല. സത്യത്തിന് അവിടെ സ്ഥാനമില്ല. അങ്ങനെയുള്ള ഹൃദയത്തിന് എത്ര കേട്ടാലും സത്യം പഠിക്കില്ല. പക്ഷേ തെറ്റ്, ദുരുപദേശം, വചനവിരുദ്ധമായൊരു വ്യാഖ്യാനം പെട്ടെന്ന് പഠിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ദൈവം, ചില മനുഷ്യരുടെ ചോദ്യം ഇതാണ്, ദൈവം സർവശക്തനാണെങ്കിൽ, നല്ലവനാണ്, സർവശക്തനാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ദുഷ്ടത, വേദന, സങ്കടം, ഭാരം, കെടുതികൾ ഒക്കെ ഭൂമിയിൽ ഇപ്പോഴും നിൽക്കുന്നു? നിരീശ്വരവാദികൾ ഇത് ചോദ്യം ഉയർത്താറുണ്ട് എപ്പോഴും.
ദൈവം സർവശക്തനാണ്, നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇത് മാറ്റിയില്ല? ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പദ്ധതികളെല്ലാം പൂർണ്ണമായി നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. മനുഷ്യർ ഒരു കാര്യം ഇതിനകം നമ്മൾ വ്യക്തമായി നമ്മൾ ബോധ്യപ്പെടണം. സ്വതന്ത്രമായ തീരുമാനമെടുത്ത് കഴിവോടുകൂടിയാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കഴിവ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ചുറ്റും തിന്മയുണ്ട്. നന്മ മാത്രമല്ല, ഭൂമിയിൽ തിന്മയുണ്ട്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണലോകത്തിലേക്ക് കടന്നു. ആദ്യ കുടുംബം തന്നെ അനുഭവിച്ച് നമുക്ക് വേദന നമുക്കറിയാം, കണ്ണുനീര് നമുക്കറിയാം. ആദാമും ഹവ്വയും എത്രമാത്രം കരഞ്ഞിരിക്കും. പക്ഷേ പാപം വരുന്നതിന് മുമ്പ് ഈ കണ്ണുനീര് അവിടെ ഭൂമിയിലില്ല. സന്തോഷത്തിന്റെ കണ്ണുനീരുണ്ടായിരിക്കും. അവിടെ കണ്ണുനീർ ഗ്രന്ഥികൾ മനുഷ്യന്റെ കണ്ണിലുണ്ട്. അവർ ദൈവത്തിൽ ആനന്ദത്തോടെ സന്തോഷിച്ചപ്പോൾ കണ്ണുനീരുണ്ടായിരിക്കാം. പക്ഷെ ഈ വേദന, കുടുംബത്തിൽ അനുഭവിച്ച വേദന, അത് ദാവീദിന്റെ കുടുംബത്തിലാകട്ടെ, ആദാമും ഹവ്വയിലാകട്ടെ, ഹവ്വയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടായിരിക്കും, പിന്നീട് എത്രമാത്രം ദുഃഖിച്ചിരിക്കും. തൻ്റെ ആദ്യ മക്കൾ തമ്മിൽ ഒരാളെ തല്ലിക്കൊന്നു. പിന്നീട് ആ കുടുംബം നേരിട്ട അവസ്ഥകൾ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 930 വർഷം വരെ ജീവിച്ച ആദാം എന്തെല്ലാം വേദനകൾ കണ്ടു കാണും. എത്രയെല്ലാം കൃഷി ചെയ്തിട്ട് കാട്ടുപന്നികൾ ചവിട്ടി നശിപ്പിച്ച് അല്ലെങ്കിൽ കീടങ്ങൾ പഠിച്ച് നഷ്ടപ്പെട്ട് കാണും. അപ്പോഴെല്ലാം ചിന്തിച്ചു കാണില്ല, ഞാനാണ് ഇതിന് കാരണം. ഈ ശപിക്കപ്പെടുവാൻ, ഭൂമി ഇപ്രകാരം ശപിക്കപ്പെടുവാൻ ഞാൻ തന്നെയല്ലേ കാരണം? ഞാൻ വിളിച്ചു വരുത്തിയ പാപമല്ലേ? എൻ്റെ ജോലി, എൻ്റെ ദൗത്യം ഞാൻ യഥാർത്ഥമായി ചെയ്തിരുന്നെങ്കിൽ, ആദ്യ മനുഷ്യ നിലയിൽ, ആദ്യ പുരുഷനെന്ന നിലയിൽ എൻ്റെ ജോലി ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമി ഈ അവസ്ഥയിലാകുമായിരുന്നോ? ദൈവ തേജസ് നഷ്ടപ്പെടുമായിരുന്നോ? ദൈവത്തിൻ്റെ കൂട്ടായ്മ ഇപ്പം എനിക്കില്ല. ഞാൻ ഉഴന്നലഞ്ഞു നടക്കുന്നവനെ പോലെ, കയ്യിനായി ആയതുപോലെ ദിവസവും ചിന്തിക്കുന്നുണ്ടാകും. നമുക്കൊരു പക്ഷേ ആ ചിന്തകളൊന്നും വരാറില്ല. കാരണം നമ്മൾ അത്രയും ജഡത്തിലാണ്, ലോകത്തിലാണ്. അതാ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഓരോ ദിവസവും, ഓരോ നിമിഷവും ചിന്തിച്ചിരിക്കാം, എവിടെ നിന്നാണ് നമ്മൾ പുറത്താക്കപ്പെട്ടത്, എന്തായിരുന്നു അവിടുത്തെ അനുഗ്രഹം. ദൈവം ഓർമ്മിപ്പിക്കും തീർച്ചയായും. എന്നാലേ നമുക്ക് തിരിച്ചു വരാനായിട്ട് ഒരു മാനസാന്തരപ്പെടുകയുള്ളൂ. ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. ഇതിന് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ചതുരാകൃതിയിലുള്ളൊരു വൃത്തം ഉണ്ടാക്കാൻ പറ്റില്ല. ചതുരാകൃതി, 4 വശമുള്ള ചതുരാകൃതി. ചതുരാകൃതിയിലുള്ള വൃത്തം എന്ന് പറയുമ്പോൾ തന്നെ പരസ്പര വിരുദ്ധമാണ്. ഇപ്പൊ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളൊന്നും ദൈവം ചെയ്യില്ല. ഇതിന് സാധ്യമായതൊക്കെ ദൈവം ചെയ്തു തരും. ഈ കഷ്ടതയും ദുഃഖവും വേദനയും കണ്ണുനീരും ദുരന്തങ്ങളും എല്ലാ കെടുതികളും നിറഞ്ഞ ഭൂമുഖത്ത് ദൈവം തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു തരും. പോക്കുവഴികൾ ഒരുക്കി തരും ദൈവം. അത് ദൈവം തീർച്ചയായിട്ടും ചെയ്തു തരും, യാതൊരു സംശയമില്ല. പക്ഷേ ഈ തിന്മകളുടെയൊക്കെ ഉറവിടം അവിടെ ദൈവമല്ല. ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ഇത് ദൈവമല്ല കാരണക്കാരൻ. ഇപ്പോൾ നിരീശ്വരവാദികളും ചാർവികന്മാരും പറയുന്ന പോലെ ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. ദൈവം നല്ലവനാണ്. നമ്മൾ കണ്ടു, നേരുള്ളവനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനാണ് സൂത്രങ്ങൾ മുഴുവൻ കണ്ടുപിടിച്ചത്. അപ്പോൾ പാപം ചെയ്യാൻ, തിന്മ ചെയ്യാൻ കഴിവില്ലാത്തവനായി അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. യന്ത്രമനുഷ്യനായിട്ടല്ല സൃഷ്ടിച്ചത്. മനുഷ്യന് ഈ കഴിവുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ദൈവം മനുഷ്യന് കൊടുത്ത കഴിവ്, സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗിച്ചു. സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചപ്പോൾ ഈ ഭവിഷ്യത്തുകളെല്ലാം ഉണ്ടായി. ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന സകല തിന്മകളും വേദനകളും കഷ്ടതകളും ദുഃഖങ്ങളും ഇതെല്ലാം മനുഷ്യന്റെ തീരുമാനത്തിന്റെ ഭവിഷ്യത്താണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല. എല്ലാവരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തെ ഭൂമിയെ നോക്കുകയാണ്. ആരും അന്വേഷിക്കും ദൈവത്തെ, ആരും ദൈവത്തെ വിളിക്കുന്നില്ല. സത്യസന്ധമായി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിനൊത്തവണ്ണം ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ ജീവിതം ജീവിക്കാൻ ആർക്കും ആഴമായി താല്പര്യമില്ല. ദൈവം പറയുന്ന കാര്യങ്ങളാണിത്. നമ്മളതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സമ്മതിക്കുക, ദൈവമേ ശരിയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇന്നും നേരുള്ളവനല്ല, ഞാൻ യഥാർത്ഥമായി ആഴമായി നിന്നെ സ്നേഹിക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടെ നിന്നെ സ്നേഹിക്കണം ദൈവം നീ എന്നോട് പറഞ്ഞിട്ട് എനിക്കത് പലപ്പോഴും കഴിയാറില്ല. ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ ആത്മീയമായി ബൈബിൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ എന്നെ തന്നെയാണ് സേവിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല. അതല്ല, നമ്മളെക്കുറിച്ച് നമുക്കറിയില്ല, ദൈവത്തിനറിയാം. ഇവിടെ ദൈവം നമുക്ക് സംസാരിക്കാൻ നമ്മളെ സമ്മതിക്കുക. അപ്പോൾ ഇവിടെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇങ്ങനെ ചോദ്യം കൂടി ഉണ്ടാകാം. ചോദ്യം കൂടി ഒന്ന് പരാമർശിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചിലപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നത്, ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ? ഈ ഭൂമിയിൽ ദൈവം എന്തിനാ മനുഷ്യനെ? ഇതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. ആരംഭത്തിൽ തന്നെ അവസാനം വരെ ദൈവത്തിന്, നിത്യനായ ദൈവത്തിന് എല്ലാം അറിയാം. ഒരു കാര്യം സംഭവിച്ചിട്ടല്ല ദൈവം ഒരു കാര്യം അറിയുന്നത്.
അത് നമ്മുടെ കാര്യത്തിൽ ശരിയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ 2025 ഈ ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഇന്ന് നമുക്കൊരു കാര്യം സംഭവിക്കുമ്പോഴായിരിക്കും അറിയുന്നത്, നാളെ രാവിലെ പത്രത്തിൽ വരും. പക്ഷെ അടുത്ത വർഷം ഇതേ ദിവസം എന്ത് സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. ആ വരാൻ പോകുന്ന സംഭവം നമ്മുടെ ജീവിതത്തെ തകർക്കാതിരിക്കാൻ ദൈവം ആ അടുത്ത 365 ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പക്ഷെ അവിടെയാണ് നമ്മൾ ഹൃദയവും ചെവിയും തുറന്നിരിക്കേണ്ടത്. ഉദാഹരണമാണ് അടുത്ത 2026 ഓഗസ്റ്റ് മാസം 22-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി അല്ലെങ്കിൽ 23-ാം തീയതി നമ്മുടെ ജീവിതത്തിൽ ദുരന്തം വരാൻ പോകുന്നു, ഒരു വലിയ സങ്കടം വരാൻ പോകുന്നു. ദൈവത്തിന് അതറിയാം. ദൈവമല്ല വരുത്തുന്നത്, നിത്യനായ ദൈവത്തിന് അതറിയാം. പക്ഷെ ആ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരുമെന്നറിയാം ദൈവം. അവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ പ്രാപ്തരാക്കാനായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്ത തരം ജനങ്ങളെ യുദ്ധം അഭ്യസിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതം അവിടെ എത്തുന്നത് വരെ ദൈവം നമ്മളെ ആത്മീയമായി ഉൾപ്പെടുത്തും. പത്രം വായിച്ചുകൊണ്ടല്ല, വചനം പഠിച്ച് ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം നിരന്തരമായി. അതുകൊണ്ടാണ് ദിവസവും എൻ്റെ കട്ടളവാതുക്കളിൽ നിന്ന് ധ്യാനിക്കണം, ശബ്ദം ദിവസവും കേൾക്കണം. ഇത് നമ്മളൊരു പണി നടക്കുകയാണ്. ഇപ്പോൾ ശില്പിയുടെ പണിപ്പുരയിലേക്ക് ഒന്ന് പോയി നോക്കണം. 6-7 വർഷമായി ആ മൂടിയിട്ട് ക്യാൻവാസ് ഇട്ട് മൂടിയിട്ട് അതിനകത്തിരുന്ന് രാവിലെ പോയി രാത്രി 12 മണി വരെ കുത്തിയിരുന്ന് കൊത്തി പണിയുകയാണ് ആ പാറയിൽ. കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പണി തീരുന്നതിൻ്റെ ഇടയ്ക്ക് കയറി നോക്കിയാൽ ഒന്നും മനസ്സിലാകില്ല. പക്ഷെ പണിയെല്ലാം തീരുമ്പോഴാണ് ഈ കറും പാറയിൽ നിന്ന് മനോഹരമായൊരു മാലാഖ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുകയാണ്, ചിറകും വിടർത്തി നിൽക്കുകയാണ്. പണി തീരുമ്പോഴാണ് എൻ്റെ ഭംഗി മനസ്സിലാകുന്നത്. ഓരോ കഷ്ണങ്ങൾ ചിന്നിച്ചിതറുമ്പോഴും വേദനയുണ്ടാകും പാറയ്ക്ക്. പക്ഷെ അവസാനം എന്തിനു വേണ്ടിയാണ്? ഈറ്റുന്നു അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ, പ്രസവിക്കുന്ന സ്ത്രീയെ പോലെ അവസരം ശിശു ജനിച്ചു വീഴുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ്. ആ അനുഭവിച്ച വേദന കുഞ്ഞിൻ്റെ മുഖത്ത് ആ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ അമ്മയുടെ വേദനയൊക്കെ പോകും. ആ അമ്മ കുഞ്ഞിനെ മാറോട് ചേർത്ത് വയ്ക്കും. ദുരിതൻ്റെ ഉദരത്തിൽ തന്നെ ചവിട്ടിയും അനങ്ങിയും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് താൻ അനുഭവിച്ചൊരു ആത്മസുഖമുണ്ട്. അത് തൻ്റെ കൺമുമ്പിൽ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ നേഴ്സ് തുടച്ച് വൃത്തിയാക്കി ആ ടവലിൽ കുഞ്ഞിനെ എടുത്ത് ആ കട്ടിൽ തന്നെ കിടക്കുന്ന അമ്മയുടെ നെഞ്ചത്തോട് വയ്ക്കുമ്പോൾ ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്. അതിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും വേദനകളും അതിൻ്റെ മറുവശമുണ്ട്. ദൈവം പറയുന്നത് നിങ്ങൾ ഇവിടെ താമസിക്കാനുള്ളതല്ല, ഇവിടെ ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കണം. എനിക്ക് നിങ്ങളെ വേണം സ്വർഗത്തിൽ. നിത്യതയിൽ എനിക്ക് എന്നോടൊപ്പം വേണം. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്. യോഹന്നാൻ 17. ആ ഒരു പണി നമ്മൾ നടക്കുകയാണ്. അവിടെ ദൈവമില്ലെന്ന് സംസാരിക്കുന്ന കുറേ ശബ്ദങ്ങൾ ചുറ്റുമുണ്ട്. ദൈവനിഷേധികളുടെ ശബ്ദം. അതിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിൽ ബലപ്പെടണം. ആത്മീയ ജീവിതം സത്യസന്ധമായി ജീവിക്കുക. ഇത് കപടതയുടെ ലോകമാണ്. വാസ്തവമായി ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ചുറ്റിലുള്ളതെല്ലാം മുഖംമൂടികളായിരിക്കാം. പക്ഷെ നാം അത് കണ്ടുകൊണ്ട് മുഖംമൂടി ധരിക്കരുത്. നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വസ്തത, സത്യസന്ധത, നേര് സൂക്ഷിച്ചാൽ ദൈവം നമ്മിൽ ആരംഭിച്ച പണി ദൈവം പൂർത്തിയാക്കും. ഒരു കഷ്ടതകളും സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റില്ല. പകരം ബലഹീനതയിൽ എൻ്റെ ക്രിസ്തുവിൻ്റെ ശക്തി തികഞ്ഞു വരുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ആ ജഡത്തിൽ ശൂലം നിരന്തരം കുത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം വേദനയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി എന്തിന് ബൈബിൾ, ഇനി എന്തിന് പ്രാർത്ഥന, യോബിൻ്റെ ഭാര്യയുടെ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ ശപിച്ചിട്ട് പോയി മനുഷ്യ പോയി ചത്തുകളാണ്. ഈ ശബ്ദം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ അറിഞ്ഞ യോബ് പറഞ്ഞു, എടി ഈ ഒരു പൊട്ടിയാണ്, ഇത്രയും നന്മകൾ തന്ന ദൈവം ഈ ബാക്കി ഇവിടെ ചെയ്യില്ല. തൽക്കാലം ഇത് നമ്മൾ സ്വീകരിക്കണം. ഇതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവങ്ങളെ സഹായിക്കുന്ന തുടരാൻ അടുത്ത പഠനത്തിൽ ദൈവമുണ്ട്, സംശയിക്കരുത്. ദൈവത്തിന് സ്തോത്രം.